إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. قال الله سبحانه وتعالى: وما آتاكم الرسول فخذوه وما نهاكم عنه فانتهوا واتقوا الله إن الله شديد العقاب. قال النبي صلى الله عليه وسلم: تركت فيكم أمرين لن تضلوا ما تمسكتم بهما كتاب الله وسنة رسول الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഏറെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പവിത്രമായ റജബ് മാസത്തിൽ ഒരു വെള്ളിയാഴ്ച ദിവസത്തിൽ കൂടി ജുമുഅക്ക് സംഗമിക്കുവാൻ റബ്ബ് നമുക്ക് തൗഫീഖ് നൽകി. അൽഹംദുലില്ലാഹ്. ഈ ഒരു സന്ദർഭത്തിൽ എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ തഖ്വ ചെയ്തുകൊണ്ട് ജീവിക്കുവാനും പുണ്യ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ പവിത്രമായ പാതയിൽ അടിയുറച്ചു നിൽക്കുവാനും ഞാൻ നിങ്ങളോട് വസിയ്യത്ത് ചെയ്യുകയാണ്. ഈ ഒരു വർഷത്തിൻ്റെ ഹിജ്റ കലണ്ടർ പ്രകാരം പകുതിയും നമ്മിൽ നിന്ന് കടന്നുപോയി. ഇനിയൊരിക്കലും മടങ്ങി വരാൻ സാധിക്കാത്ത രൂപത്തിൽ ആ ദിനങ്ങൾ നമ്മിൽ നിന്ന് വിട പറഞ്ഞു. നാം പവിത്രമായ റജബ് മാസത്തിലാണ് പ്രവേശിച്ചിരിക്കുന്നത്. ഇത്ര ദിനങ്ങൾ കടന്നുപോയിട്ടും യാഥാർത്ഥ്യമായി സംഭവിക്കുമെന്നുറപ്പുള്ള ആഖിറത്തെക്കുറിച്ചുള്ള ചിന്തകളിൽ നിന്ന് നാം ഏറെ അശ്രദ്ധരാണ്. അപ്രകാരം തന്നെ ഏത് നിമിഷവും നമ്മിൽ നിന്ന് നഷ്ടപ്പെടുമെന്ന് നമുക്ക് തീർച്ചയായും ബോധ്യമുള്ള ഈ ഇഹലോകവാസം, അതിനെ വെട്ടിപ്പിടിക്കുന്നതിന് വേണ്ടി നാം മത്സരിച്ച് മുന്നേറുകയും ചെയ്യുകയാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് കാണിച്ചു തന്ന, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മേൽ അനിവാര്യമാക്കിയ ഇബാദത്തുകൾ, പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുനനുകൾ, താബിഈങ്ങളുടെ ആസാറുകൾ, ഈയൊരു മാർഗത്തിലാണ് നാം ജീവിക്കേണ്ടതെന്ന പൂർണ്ണബോധ്യം നമുക്കുണ്ടെങ്കിൽ കൂടി എന്നാണ് നാം ഒരു ഇത്തരത്തിലുള്ള പാതയിലേക്ക് കടന്നു ചെല്ലാൻ നമുക്ക് സാധിക്കുക? അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നാം ചെയ്തു പോയ പാപങ്ങളെ കുറിച്ചോർത്ത് ഖേദിക്കുവാനും അല്ലാഹുവിലേക്ക് മടങ്ങുവാനും നാം എന്നാണ് തയ്യാറാവുക? അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പാതയിൽ നിന്നും വ്യതിചലിച്ച് ജീവിക്കുന്നതിന് എന്നാണ് നമുക്കൊരന്ത്യമുണ്ടാവുക? ഈ ദുനിയാവിൻ്റെ സർവ്വരസങ്ങളെയും സർവ്വ ആനന്ദങ്ങളുടെയും വേദറക്കുന്ന മരണമെന്ന യാഥാർത്ഥ്യത്തിന് മുമ്പ് നാം അല്ലാഹുവിലേക്ക് മടങ്ങേണ്ടതില്ലേ എന്നെൻ്റെ പ്രിയപ്പെട്ട ഓരോ മുഅ്മിനും ഓർക്കേണ്ടതുണ്ട്. അപ്രകാരം തന്നെ നാളെ ആഖിറത്തിൽ ചെന്നെത്തി അല്ലാഹുവിനോട് ഖേദിച്ച് പറയേണ്ട, യാ വൈലതാ ലൈതനി ഖദ്ദംതു ലിഹയാതി, എൻ്റെ ജീവിതത്തിന് വേണ്ടി, ഈ യാഥാർത്ഥ്യമാകുന്ന ആഖിറത്തിന് വേണ്ടി ഞാൻ എന്തെങ്കിലും മുമ്പ് ചെയ്തു വെച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് ഖേദിക്കുന്ന ഒരു ദിവസം വരാനുണ്ട്. അപ്രകാരം തന്നെ യാ ഹസ്രത അലാ മാ ഫറത്തു ഫീ ജൻബില്ലാഹ്, അല്ലാഹുവിൻ്റെ വിഷയത്തിൽ ഞാൻ വീഴ്ച വരുത്തിയതായ കാര്യങ്ങളെക്കുറിച്ച് ഖേദിച്ച് റബ്ബിനോട് തേടുന്നൊരു സമയം വരാനുണ്ട്. അന്നേ ദിവസം നമ്മുടെ ഖേദത്തിന് യാതൊരു പ്രസക്തിയുമില്ല. നമ്മുടെ ക്ഷമാപണത്തിന് അല്ലാഹുവിൻ്റെ മുമ്പിൽ യാതൊരു വിലയുമില്ലാത്ത ദിവസമാണ്. ആ ദിവസത്തിന് മുമ്പ് റബ്ബിലേക്ക് അടുക്കുവാനും റബ്ബിൻ്റെ കാരുണ്യ കടാക്ഷം തേടുവാനും നാം ഓരോരുത്തരും തയ്യാറാകേണ്ടതുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു വെച്ച സർവ്വതിലും ഒന്നിന് മറ്റൊന്നിനേക്കാൾ പ്രാധാന്യം നൽകിക്കൊണ്ടാണ് അള്ളാഹു സൃഷ്ടിച്ചത്. അള്ളാഹു സുബ്ഹാനഹു വ തആല
ഏറ്റവും ഉത്തമ സൃഷ്ടിയായ മനുഷ്യനെ സൃഷ്ടിച്ചു. അതിൽ തന്നെ മനുഷ്യരിൽപ്പെട്ട പലർക്കും പലവരേക്കാളും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്ഥാനം നൽകി. അതിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ളവരാണ് അല്ലാഹുവിൻ്റെ അമ്പിയാക്കൾ. അവരിൽ തന്നെ ഏറ്റവും ശ്രേഷ്ഠമുള്ളവരാണ് മുർസലീങ്ങൾ. അതിൽ തന്നെ ഏറ്റവും ശ്രേഷ്ഠതയുള്ളത് ഉലുൽ അസ്മീങ്ങൾക്കാണ്. അതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠതയുള്ളത് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കാണ്. അപ്രകാരം തന്നെ സഹാബത്തിന്റെ കാര്യമെടുത്താൽ തന്നെ നമുക്ക് ബോധ്യപ്പെടും. തുടർന്ന് വന്ന താബിഈങ്ങൾ, ഉലമാക്കൾ സർവരിലും ഈ ഒരു അവസ്ഥ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്രകാരം തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ച ഈ പ്രപഞ്ചത്തിന്റെ ഓരോ ഇടങ്ങൾക്കും മറ്റൊന്നിനേക്കാൾ പ്രാധാന്യമുണ്ട്. മക്കത്തുൽ മുക്കറമ അതിന് മറ്റുള്ള സ്ഥലങ്ങളെക്കാൾ ഏറെ പ്രാധാന്യമുണ്ട്. നമ്മുടെ ഈ മസ്ജിദുകളിൽപ്പെട്ട ചിലതിനേക്കാൾ പ്രാധാന്യമുണ്ട്. അപ്രകാരം തന്നെ ഓരോ ദിനങ്ങൾക്കും മറ്റ് ദിനങ്ങളെക്കാൾ പ്രാധാന്യമുണ്ട്. ഓരോ വർഷങ്ങൾക്കും മറ്റ് വർഷങ്ങളെക്കാളും പ്രാധാന്യമുണ്ട്. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി, ഖൈറുൽ ഖുറൂനി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും. ഏറ്റവും ഉത്തമമായ നൂറ്റാണ്ട്, ഏറ്റവും ഉത്തമമായ തലമുറ അതെന്റെ തലമുറയാണ്. പിന്നെയുള്ളത് അതിനുശേഷം വരുന്ന തലമുറയാണ്. പിന്നെ ശ്രേഷ്ഠമായത് അവരോട് തുടർന്ന് വരുന്ന തലമുറയാണ്. അപ്രകാരം തന്നെ ഓരോ സമയത്തിനും ഓരോ മാസത്തിനും അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറെ ശ്രേഷ്ഠത കൽപ്പിച്ചിട്ടുണ്ടെന്ന് നമുക്കേവർക്കും ബോധ്യമുള്ള വസ്തുതയാണ്. പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പറയുന്നു, ഇന്ന അദ്ദത ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാഹ് യൗമ ഖലഖസ് സമാവാതി വൽ അർദ് മിൻഹാ അർബഅത്തുൻ ഹുറും ദാലിക അദ്ദീനുൽ ഖയ്യിം ഫലാ തുളിമൂ ഫീഹിന്ന അൻഫുസകും. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ രേഖപ്പെടുത്തപ്പെട്ട ഒരു വർഷത്തിലെ മാസങ്ങൾ എന്നുള്ളത് അത് 12 മാസങ്ങളാണ്. അതിൽപ്പെട്ട 4 വളരെ പവിത്രമായതാണ്. ദീനുൽ ഇസ്ലാമിന്റെ ആദ്യകാലത്ത് ആ 4 മാസങ്ങളിൽ യുദ്ധം ഹറാമാക്കിയിരുന്നു. പിന്നീട് അതിന് ഭേദഗതി വന്നിട്ടുണ്ട് എന്നാണ് പ്രബലമായ പണ്ഡിത അഭിപ്രായം. പ്രകാരം നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല തുടർന്ന് പറയുന്നു, ഫലാ തുളിമൂ ഫീഹിന്ന അൻഫുസകും. ഈ 4 പരിശുദ്ധമായ മാസങ്ങളിൽ നിങ്ങൾ നിങ്ങളോട് അതിക്രമം കാണിക്കരുത്. അതിൽപ്പെട്ട ഒരു മാസമാണ് ഷഹ്ർ റജബ് എന്നുള്ളത്. ഈ റജബ് മാസം അത്തരത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറെ പ്രാധാന്യം നൽകിയ ഒരു മാസമാണ്. പണ്ഡിതന്മാർ ഈ മാസത്തെ വിശദീകരിച്ചു കൊണ്ട് പറഞ്ഞത്, ഇമാം ഖതാദ റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നു, ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട്, ഇന്നൽ ഫിൽ അശ്ഹുരിൽ ഹുറുമി അഅ്ളമു ഖതീഅതൻ വബിസ്റ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും പ്രാധാന്യം നൽകിയ ഈ 4 മാസങ്ങളുണ്ടല്ലോ, ഈ 4 മാസങ്ങളിൽ കുറ്റങ്ങൾ ചെയ്യൽ, അതുപോലെ തന്നെ പാപങ്ങൾ ചെയ്യൽ അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും വലിയ പാപമാണെന്ന് അദ്ദേഹം പറയുകയാണ്. അപ്രകാരം തന്നെ വഇൻ കാന ദുൽമു അലാ കുല്ലി ഹാലിൻ അദീമ. ഏതൊരു സമയത്തും പാപങ്ങൾ അല്ലാഹുവിന്റെ അടുക്കൽ വലിയ ഒരു മോശമുള്ള അല്ലാഹുവിന്റെ ശിക്ഷക്ക് കാരണമാകുന്ന വസ്തുതയാണെങ്കിൽ കൂടി ഇത്തരത്തിലുള്ള മാസങ്ങളിൽ അല്ലാഹു യുദ്ധം ഹറാമാക്കിയ അപ്രകാരം തന്നെ അല്ലാഹു ഓരോ മനുഷ്യനോടും അതിക്രമം കാണിക്കലും, ഒരു മനുഷ്യനോട് ഹസദ് കാണിക്കലും, അപ്രകാരം തന്നെ ചീത്ത വിളിക്കലും മറ്റുള്ള മാസങ്ങളെക്കാൾ ശിക്ഷക്ക് കാരണമാകുന്ന ഒരു മാസമായി കൊണ്ടാണ് പരിശുദ്ധമായ റജബ് മാസത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തിയിട്ടുള്ളത്. ശേഷം അദ്ദേഹം പറയുകയാണ്, വലാകിന്നല്ലാഹ യുഅല്ലിമു മിൻ അംരിഹി മാ യശാ ഫഅല്ലിമു മാ അല്ലമല്ലാഹ് ഫഇന്നമാ തുഅലമുൽ ഉമൂറു ബിമാ അല്ലമഹുല്ലാഹു ബിഹി ഇൻദ അഹ്ലിൽ ഫഹ്മി വ അഹ്ലിൽ അഖൽ. ബുദ്ധിയും വിവേകവുമുള്ള മനുഷ്യന്മാരുടെ അടുക്കൽ ഒരു വസ്തുവിനെ ബഹുമാനിക്കുക എന്നുള്ളത് അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുമാനിച്ചിട്ടുണ്ടോ എന്നുള്ളതിനെ ആസ്പദമാക്കിക്കൊണ്ടാണ്. സത്യത്തിൽ പരിശുദ്ധമായ ഖുർആനും പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകളും ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പരിശുദ്ധമായ റജബ് മാസത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല എത്രത്തോളം പ്രാധാന്യം നൽകിയിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാകും. അതുകൊണ്ട് തന്നെ ഈ റജബ് മാസത്തിലെ വരുന്ന ദിവസങ്ങളിൽ പാപങ്ങളിൽ നിന്ന് നാം മുക്തി നേടേണ്ടതുണ്ട്. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പാപങ്ങളിൽ നിന്ന് നാം പിൻവാങ്ങേണ്ടതുണ്ട്. അപ്രകാരം തന്നെ ഒരുപാട് അമാലുകളെ കൊണ്ട് ഈ ഒരു പരിശുദ്ധമായ മാസം നാം വരവേൽക്കേണ്ടതുണ്ട്. ഈ പരിശുദ്ധമായ മാസത്തിൽ അമാലുകളെ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് സുജൂദ് ചെയ്തുകൊണ്ടും പരിശുദ്ധമായ ഖുർആൻ ഓതിക്കൊണ്ടും അപ്രകാരം തന്നെ സദഖ ചെയ്തുകൊണ്ടും
അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ഇൽമു പഠിച്ചുകൊണ്ടുമെല്ലാം ഈ മാസത്തെ നാം സ്വായത്തമാക്കണമെന്ന് ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട പ്രമുഖ മുഹദ്ദിസായ അബൂബക്രിൽ വറാഖ് റഹിമഹുല്ലാഹ് അദ്ദേഹം ഈ മാസത്തെ കുറിച്ച് പരിചയപ്പെടുത്തിയത് ഷഹ്റു റജബിൻ ഷഹ്റുൽ ലിസ്സറ, റജബ് മാസം എന്ന് വെച്ചാൽ അത് കൃഷിയുടെ സമയത്തിന്റെ മാസമാണ്. ഓരോ കൃഷിയും ഇറക്കുന്നതിന് ഓരോ സമയമുണ്ട്. അപ്രകാരം ഒരു കൃഷിയുടെ സമയമാണ് റജബ് എന്നത്. ശേഷം അദ്ദേഹം പറയുന്നു ഷഹ്റു ശഅബാൻ ഷഹ്റു സഖീ ലിസ്സറ, ശഅബാൻ മാസം എന്നാൽ ആ കൃഷിക്ക് വളവും വെള്ളവും നൽകി അതിനെ പരിപാലിക്കേണ്ട സമയമാണ്. ഷഹ്റു റമളാൻ ഷഹ്റുൽ ലിൽ ഹസാദി ലിസ്സറ, റമളാൻ മാസം എന്ന് വെച്ചാൽ ആ വിളഞ്ഞതായ കൃഷിയെ കൊയ്തെടുക്കേണ്ട സമയമാണ്. അതായത് നാം അമാലിന് വേണ്ടി ഒരുപാട് അമലുകൾക്ക് വേണ്ടി ഒരുങ്ങി തയ്യാറാകേണ്ട മാസമാണ് റജബ് മാസം. തുടർന്ന് വരുന്ന ശഅബാൻ മാസത്തിൽ അതിനെ നാം പരിപോഷിക്കണം. ശേഷം വരുന്ന റമളാൻ മാസത്തിൽ അതിനെ കൊയ്തെടുക്കാൻ മാത്രം പാകമാകുന്ന രൂപത്തിൽ നാം അതിനെ കൊയ്തെടുക്കുകയും ചെയ്യണം എന്നാണ് ബഹുമാനപ്പെട്ട അബൂബക്രിൽ വറാഖ് റഹിമഹുല്ലാഹ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. എന്നാൽ ഇത്തരം മാസങ്ങളിൽ അതിനില്ലാത്തതായ പവിത്രത പറഞ്ഞുകൊണ്ട് ചില ആളുകൾ ബിദ്അത്തിന്റെ കോലവുമായി വരാറുണ്ട് എന്ന് നാം പ്രത്യേകം ഓർക്കേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അള്ളാഹു നൽകിയ ഏറ്റവും വലിയൊരു അനുഗ്രഹമായിരുന്നു ഇസ്രാ മിഅ്റാജ്. ആദ്യം മസ്ജിദുൽ അഖ്സയിലേക്കും പിന്നീട് അള്ളാഹുവിന്റെ ദർബാറിലേക്കും അള്ളാഹു പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആനയിച്ചൊരു ദിവസമുണ്ട്. ആ ദിവസം റജബ് 27-നാണെന്നും പറഞ്ഞുകൊണ്ട് ചില ആളുകൾ ഇതിനെ ഇല്ലാത്ത പ്രാധാന്യം നൽകിക്കൊണ്ട് നടക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്രകാരം തന്നെ ഈ മാസത്തിൽ പുണ്യപ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോ അവിടുത്തെ പ്രിയപ്പെട്ട സ്വഹാബാക്കളോ അതുപോലെ തന്നെ അവരോട് തുടർന്നു വന്ന താബിഈങ്ങളോ സലഫു സ്വാലിഹീങ്ങളോ അവരൊന്നും കാണിച്ചു തരാത്ത ചില നോമ്പുകളും ചില പ്രത്യേകമായ നിസ്കാരങ്ങളെ കുറിച്ചും അവര് പരിചയപ്പെടുത്തുന്നുണ്ട്. ഇത്തരത്തിലുള്ള ബിദ്അത്തിന്റെ അഹ്ലകാരിൽ നിന്ന് നാം മാറി നിൽക്കുകയും അത്തരം ബിദ്അത്തുകളുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് നാം ഏറെ ദൂരത്താവുകയും ചെയ്യേണ്ടതുണ്ട് എന്ന് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രത്യേകമായും 4 കാര്യങ്ങളെ കുറിച്ചാണ് ഈ റജബ് മാസത്തിൽ നാം ശ്രദ്ധിക്കേണ്ടത്. ഒന്നാമതായി ഹുക്മു തഖ്സീസ് ശഹ്രി റജബിൻ ഔ അവ്വലി യൗമിൻ മിൻഹു ഔ ഖമീസ് മിൻഹു ബിസിയാം. ചില ആളുകൾ നമ്മുടെ നാട്ടിൽ പതിവാക്കിയതായ ഒരു ആദത്താണ് റജബിന്റെ തുടക്ക ദിവസങ്ങളിൽ അതുപോലെ തന്നെ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ അതല്ലെങ്കിൽ റജബ് മാസത്തിൽ മൊത്തമായി കൊണ്ട് നോമ്പെടുക്കൽ എന്തോ വളരെ പ്രാധാന്യമുള്ള വളരെ ശ്രേഷ്ഠതയുള്ള ഒരു വസ്തുതയാണെന്ന ചില ജൽപ്പനങ്ങൾ, പ്രത്യേകിച്ച് പരിശുദ്ധമായ റജബ് മാസം മുതൽ 99 നോമ്പെന്നും പറഞ്ഞ് ചില ആളുകൾ നമ്മുടെ നാടുകളിൽ നോൽക്കുന്നത് കാണാം. സത്യത്തിൽ അത്തരം നോമ്പുകൾക്ക് യാതൊരു മാതൃകയും പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൽ നമുക്ക് കാണാൻ സാധിക്കുകയില്ല. അപ്രകാരം തന്നെ പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തൊട്ട് സ്വഹീഹായി വന്ന ഒരൊറ്റ ഹദീസും ഇതിനെ തെളിവായി കൊണ്ട് അവർക്ക് ഉദ്ധരിക്കാൻ സാധിക്കുകയില്ല. എന്ന് മാത്രമല്ല പൂർവകാല പണ്ഡിതന്മാർ ഇത്തരം ആചാരങ്ങളെ നിശിതമായി വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി അശ്ശാഫിഈ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയാണ്, ലം യരിദ് ഫീ ഫളി ശഹ്രി റജബ് മാസത്തിന്റെ ശ്രേഷ്ഠതകളെ കുറിച്ച് വലാ സിയാമിഹി വലാ സിയാമി ശൈഇൻ മിൻഹു മുഅയ്യനൻ വലാ ഖിയാമി ലൈലത്തിൻ മഖ്സൂസത്തിൻ ഫീഹി ഹദീസുൻ സ്വഹീഹുൻ. റജബ് മാസത്തിന്റെ പവിത്രതയെക്കുറിച്ചോ അതല്ലെങ്കിൽ റജബ് മാസത്തിൽപ്പെട്ട ഏതെങ്കിലും ദിവസത്തെ പ്രത്യേകിച്ച് നോമ്പ് നിൽക്കുന്നതോ അതല്ലെങ്കിൽ ഏതെങ്കിലും ദിവസത്തിൽ പ്രത്യേകമായ നമസ്കാരങ്ങളെ കുറിച്ചോ ഒരൊറ്റ ഹദീസും സ്വഹീഹായി വന്നിട്ടില്ല. മാത്രവുമല്ല മേൽ പറയപ്പെട്ടതായ പണ്ഡിതൻ ഇത്തരം ആചാരങ്ങളെ വിമർശിച്ചുകൊണ്ട് തബീനുൽ അജബ് ഫീ ശഹ്രി റജബ് എന്ന ഒരു പവിത്രമായ ഗ്രന്ഥം കൂടി രചിക്കുകയുണ്ടായിട്ടുണ്ട്. അപ്രകാരം തന്നെ ബഹുമാനപ്പെട്ട ഹാഫിദ് ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയാണ്, ലൻ യസിഹ ഫീ ഫളി സൗമി റജബ ബിഖുസൂസിഹി ശൈഉൻ അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വലാ അൻ അസ്ഹാബി. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൊട്ടോ അവിടുത്തെ സ്വഹാബത്തിനെ തൊട്ടോ ഈ റമളാന്റെ പവിത്രത ഈ റജബിന്റെ പവിത്രതയെ കുറിച്ച് ഒരൊറ്റ ഹദീസും സ്വഹീഹായി വന്നിട്ടില്ല. അതുകൊണ്ട് നമ്മുടെ നാടുകളിൽ ചില ആളുകൾ നടപ്പിലാക്കിയിട്ടുള്ള ഇത്തരം ബിദ്അത്തുകളിൽ നിന്ന് നാം വേറെ രക്ഷ കൈവരിക്കേണ്ടതുണ്ട്. അത്തരം ആളുകളുമായുള്ള സഹവാസത്തിൽ നിന്നും അവരുടെ ബിദ്അത്തുകൾ നമ്മോട് ചേരുന്നതിനെ തൊട്ട് നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ.
അപ്രകാരം തന്നെ റജബ് മാസത്തിൽ നാം ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയമാണ്, ഏതെങ്കിലും ഒരു നോമ്പ് നോൽക്കുന്നത് കൊണ്ട് പ്രശ്നമുണ്ടോ? അത്തരത്തിൽ പ്രശ്നങ്ങളെ കുറിച്ചൊന്നും പണ്ഡിതന്മാർ സൂചിപ്പിച്ചിട്ടില്ല. എന്ന് മാത്രമല്ല, സാധാരണയായി ഓരോ വർഷത്തിലും ഓരോ മാസങ്ങളിലുമുള്ള അയ്യാമുൽ ബീദ്, അതുപോലെ തന്നെ വ്യാഴാഴ്ച ദിവസങ്ങൾ, തിങ്കളാഴ്ച ദിവസങ്ങൾ, ഇത്തരത്തിൽ നോമ്പ് സുന്നത്തായ ദിവസങ്ങളിൽ നമുക്ക് ഈ മാസവും നോമ്പ് നോൽക്കാവുന്നതാണ്. എന്നാൽ പ്രത്യേകിച്ച് റജബ് 27 തുടങ്ങിയതായ ദിവസങ്ങളിൽ നോമ്പ് നോൽക്കുന്നത് അത് കടുത്ത ബിദ്അത്തും ഹറാമുമാണെന്ന് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ റജബ് 27 അതുപോലെ തന്നെ വേറെ ചില ദിവസങ്ങളിലുമുള്ള ഒരു നമസ്കാരമായിക്കൊണ്ട് ചില ആളുകൾ പരിചയപ്പെടുത്തുന്നതാണ് സ്വലാത്തു റഗായിബ് എന്ന് പറഞ്ഞിട്ട്. സ്വലാത്തു റഗായിബിന് പ്രത്യേകമായ റക്അത്തുകളും അതിൽ ഓതേണ്ടതായ പ്രത്യേകമായ സൂറത്തുകളെല്ലാം അവർ പരിചയപ്പെടുത്തുന്നുണ്ട്. എന്നാൽ അത്തരം വസ്തുതകൾ തനിച്ച ബിദ്അത്താണെന്ന് ശാഫിഈ പണ്ഡിതന്മാരായ ഇബ്നു ഹജറുൽ ഹൈതമിയും അതുപോലെ തന്നെ ഫത്ഹുൽ മുഈൻ എന്ന കിതാബിൽ വരെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ബഹുമാനപ്പെട്ട ഇബ്നുൽ അത്താർ അശ്ശാഫിഈ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയാണ്, വൽ അഹാദീസുൽ മർവിയ്യതു ഫീ ഫദ്ലിഹാ കുല്ലുഹാ മൗദൂഅത്തുൻ ബിത്തിഫാഖി അഹ്ലിൻ നഖ്ലി വൽ അദാല. ഈ ഒരു നിസ്കാരത്തിന്റെ ശ്രേഷ്ഠതയെക്കുറിച്ച് ചില ആളുകൾ ചില ഹദീസുകൾ ഉദ്ധരിക്കാറുണ്ട്. അത്തരത്തിൽ റിവായത്ത് ചെയ്യപ്പെട്ട സർവ്വ ഹദീസുകളും അതെല്ലാം വ്യാജമാണ്. അത് വ്യാജമാണെന്ന് ഹദീസ് നിദാന ശാസ്ത്രത്തിന്റെ പണ്ഡിതന്മാരും അതുപോലെ തന്നെ ഹദീസ് നിരൂപശാസ്ത്രത്തിന്റെ പണ്ഡിതന്മാരും വ്യക്തമാക്കിയതാണെന്നും അദ്ദേഹം പറയുന്നു. അപ്രകാരം തന്നെ ബഹുമാനപ്പെട്ട ഇബ്നു റജബുൽ ഹംബലി റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയാണ്, ലൻ യസിഹ ഫീ റജബിൻ സ്വലാത്തുൻ മഖ്സൂസത്തുൻ തഖ്തസ്സു ബിഹി വൽ അഹാദീസുൽ മർവിയ്യതു ഫീ ഫദ്ലി സ്വലാത്തി റഗായിബി കദിബൻ വബാതിലുൻ ലാ തസിഹു. ഈ റഗായിബ് നിസ്കാരത്തിന്റെ വിഷയത്തിൽ റിവായത്ത് ചെയ്യപ്പെട്ട ഹദീസുകളെല്ലാം അത് തനിച്ച കളവും അത് ബാത്തിലുമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്രകാരം തന്നെ ചില താബിഈങ്ങൾ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്നവരെ തൊട്ട് റിവായത്ത് ചെയ്യുന്ന ഒരു അസർ കാണാൻ സാധിക്കും. അദ്ദേഹം പറയുകയാണ്, യദ്രിബു അകുഫൻ നാസി ഫീ റജബിൻ ഹത്താ യളഊഹാ ഫിൽ ജിഫാൻ. ബഹുമാനപ്പെട്ട അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഈ റജബ് മാസത്തിൽ മാത്രമായി നോമ്പ് നോൽക്കുന്ന ചില ആളുകൾ അവരുടെ കൈമൽ ഇങ്ങനെ അടിക്കുമായിരുന്നത്ര. ഏതുവരെ? അവർ ഭക്ഷണപാത്രത്തിൽ കൈ വെക്കുന്നത് വരെ അദ്ദേഹം അടിക്കുമായിരുന്നു. എന്നിട്ട് അദ്ദേഹം പറയുമായിരുന്നു, കുലൂ ഫഇന്നമാ ഹുവ ശഹ്റുൻ കാന യുഅല്ലിമുഹു അഹ്ലുൽ ജാഹിലിയ്യ. ഈ ജാഹിലിയ്യത്തിന്റെ അഹ്ലുകാർ ഇത്തരണത്തിൽ ബഹുമാനിച്ചതായ ഒരു കാര്യമാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കുലു, നിങ്ങൾ ഈ ഭക്ഷണം ഭക്ഷിക്കുകയും അത്രക്കും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്ത് വരെ നിശിതമായി വിമർശിക്കുകയും അതുപോലെ തന്നെ അവർ നിരോധിക്കുകയും ചെയ്തതായ വസ്തുക്കളാണ് ചില ആളുകൾ സുന്നത്താണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ, അത്തരത്തിൽ വഞ്ചിതരാകരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ അമാലുകളെ സ്വീകരിക്കുകയും ഇത്തരം ബിദ്അത്തുകളിൽ നിന്ന് നമുക്ക് കാവൽ നൽകുകയും ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. യാ അയ്യുഹല്ലദീന ആമനു ഇത്തഖുല്ലാഹ് വഖൂലൂ ഖൗലൻ സദീദാ യുസ്ലിഹ് ലക്കും അഅമാലക്കും വയഗ്ഫിർ ലക്കും ദുനൂബക്കും. യാ അയ്യുഹല്ലദീന ആമനു ഇത്തഖുല്ലാഹ് ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ തഖ്വ ചെയ്തുകൊണ്ട് ജീവിക്കുവാൻ നിങ്ങളോടൊരിക്കൽ കൂടി ഞാൻ വസിയ്യത്ത് ചെയ്യുകയാണ്. അപ്രകാരം തന്നെ ഓരോ മുഅ്മിനെ സംബന്ധിച്ചും ഇത്തരം മാസങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയമാണ് ഇസ്രാ മിഅ്റാജ് എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ പേരിൽ നടത്തപ്പെടുന്നതായ ആഘോഷങ്ങൾ. അത്തരം ആഘോഷങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഹറാമും അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിരോധിച്ചതായ ബിദ്അത്തുകളിലും പെട്ടതാണെന്ന് നാം ഓർക്കുക. പുണ്യപ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്ന ശർറൽ ഉമൂരി മുഹ്ദസാതുഹാ വ ഇന്ന കുല്ല മുഹ്ദസത്തിൻ ബിദ്അ വ കുല്ലു ബിദ്അത്തിൻ ളലാല വ കുല്ലു ളലാലത്തിൻ ഫിന്നാർ. ഏറ്റവും മോശമായ കാര്യമെന്നത് അത് ദീനിൽ പുതുതായി ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. ശേഷം പ്രവാചകൻ പറയുന്നു,
ദീനിൽ പുതുതായി ഉണ്ടാക്കപ്പെടുന്ന ഏതൊരു കാര്യവും അത് ബിദ്അത്താണ്. എന്നിട്ട് പറയുകയാണ് വകുല്ലു ബിദ്അത്തിൻ ളലാല, എല്ലാ പുത്തൻ ആചാരവും അത് ളലാലത്താണ്, എല്ലാ ളലാലത്തും നരകത്തിലേക്കാണ്. അത്രത്തോളം നരകത്തിലേക്കുള്ള മാർഗം പണിയുന്ന ഒരു വസ്തുതയാണ് ബിദ്അത്ത് എന്നുള്ളത്. മഹാനായ സുഫിയാനു സൗരി റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നുണ്ട്, ഒരു മഅസിയത്തിനേക്കാൾ, പൊതുവെ ഒരു മനുഷ്യൻ ചെയ്യുന്ന തെറ്റിനേക്കാൾ ഏറെ ദോഷകരമാണ് ബിദ്അത്ത് എന്നുള്ളത്. കാരണം ഒരു തെറ്റിൽ നിന്നും ഒരു മനുഷ്യൻ സ്വാഭാവികമായും തൗബ ചെയ്തേക്കാം, എന്നാൽ ബിദ്അത്തുകളിൽ നിന്ന് ഒരു മനുഷ്യന് തൗബ ചെയ്യുക എന്നുള്ളത് പെട്ടെന്ന് സാധ്യമല്ല. കാരണം ഓരോ മനുഷ്യനും ഒരു നന്മയാണെന്ന് കരുതിക്കൊണ്ടാണ് ബിദ്അത്ത് ചെയ്യുന്നത്. നമ്മുടെ ആളുകൾ, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ ജീവിക്കുന്നതായ സാധാരണ മുസ്ലിമീങ്ങൾ, അവർ പലവരും എന്തോ ഒരു പ്രത്യേകമായ ഒരു അമലാണെന്നും അതുപോലെ തന്നെ പ്രവാചകൻ പഠിപ്പിച്ച വസ്തുതയാണെന്നും എന്നൊക്കെ കരുതിക്കൊണ്ടാണ് അവരുടെ ദിനേനയുള്ള ചെയ്തികളിൽ വരുന്ന പല ബിദ്അത്തുകളും വരുന്നത്. പ്രത്യേകിച്ച് നബിദിനാഘോഷം, അതുപോലെ തന്നെ ബറാഅത്ത് നോമ്പ്, അതുപോലെ തന്നെ ഇസ്രാ മിഅ്റാജിന്റെ നോമ്പ്, അതിനെ തുടർന്നുള്ള പ്രത്യേകമായ അദ്കാറുകളും പ്രത്യേകമായ മൗലിദുകളും പ്രത്യേകമായ ചില കൂടിച്ചേരലുകളുമെല്ലാം ഇത്തരത്തിൽ പ്രവാചകനും അവിടുത്തെ സഹാബത്തും താബിഈങ്ങളും എല്ലാം പഠിപ്പിച്ച മാർഗമാണെന്ന് കരുതിക്കൊണ്ടാണ് നമ്മുടെ നാട്ടിലെ പാവപ്പെട്ട മുസ്ലിമീങ്ങൾ ഇത്തരത്തിലുള്ള ബിദ്അത്തുകൾ കൊണ്ടാടുന്നത്. മഹാനായ സുബക്കി റഹിമഹുല്ലാ അദ്ദേഹം ഇത്തരം വിഷയങ്ങളെ സൂചിപ്പിച്ചുകൊണ്ട് പറയുന്നു, വഖദ് തളമ്മന അൽ ഇസ്റാഉ അൻവാഅൻ മിനൽ കറാമാത്ത് വൽ ഇസ്റാഉ വൽ മിഅ്റാജു കാന ഫീ ലൈലത്തിൻ വാഹിദ. ഇസ്റാ അനവധി അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ ഉൾക്കൊള്ളിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. പക്ഷെ ഇസ്റാഉം മിഅ്റാജും ഒരൊറ്റ രാത്രിയിലായിരുന്നു. പക്ഷേ അതേത് ദിവസത്തിലാണെന്ന കാര്യത്തിൽ പണ്ഡിതന്മാർ വളരെ വിഭിന്നാഭിപ്രായക്കാരായിട്ടുണ്ട്. പല പണ്ഡിതന്മാരും പറഞ്ഞത് അത് റജബ് മാസത്തിലാണെന്നാണ്. ചില പണ്ഡിതന്മാർ പറഞ്ഞു വെച്ചത് അത് മുഹറം മാസത്തിലാണ് എന്നാണ്. അപ്പൊ അത്തരത്തിൽ വ്യത്യസ്തങ്ങളായ മാസങ്ങളിലാണെന്ന് പല പണ്ഡിതന്മാരും പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും ബലഹീനമായ യാതൊരു തെളിവുമില്ലാത്ത ഒരു അഭിപ്രായമാണ് റജബ് 27-നായിരുന്നു ഇത്തരത്തിലുള്ള ഒരു ഇസ്രാ മിഅ്റാജ് എന്നുള്ള ഒരു റിപ്പോർട്ട്. അത് ഏറ്റവും ബലഹീനമാണ്. അപ്പോ ഇത്തരം ആഘോഷരാവുകളിൽ വെച്ചുകൊണ്ട് ചില ആഘോഷ പരിപാടികൾ നടത്തുന്നത് നമ്മുടെ നാടുകളിൽ പതിവുണ്ട്. പ്രത്യേകിച്ച് മിസ്ർ പോലത്തെ ഈജിപ്ത് രാജ്യങ്ങളിൽ ആ ഒരു ഭാഗത്താണ് കൂടുതലും ഇത്തരത്തിലുള്ള വിഷയങ്ങൾ നടക്കാറുള്ളത്. ഇത് തനിച്ച ബിദ്അത്താണെന്നും അതുപോലെ തന്നെ ജഹലിലേക്ക് ഒരു മനുഷ്യനെ കൊണ്ടെത്തിക്കുന്ന, അജ്ഞതയിലേക്ക് ഒരു മനുഷ്യനെ കൊണ്ടെത്തിക്കുന്ന പ്രവൃത്തിയാണെന്നും ശാഫിഈ പണ്ഡിതനായ സുബക്കി തന്നെ പറയുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ആളുകൾ ഇത്തരത്തിലുള്ള നാടുകളിലെ ചില പുത്തൻവാദികൾ നമ്മെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടി പല ചോദ്യങ്ങളും അവർ കൊണ്ടുവരാറുണ്ട്. പ്രത്യേകിച്ച് ഈ ചെയ്യുന്നതെല്ലാം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അപദാനങ്ങളാണെന്നും അതുപോലെ തന്നെ പരിശുദ്ധമായ ഖുർആനിലെ ചില പ്രത്യേകമായ ആയാത്തുകളും ഒക്കെയാണല്ലോ. അത്തരത്തിൽ ഹദീസുകളെയും പരിശുദ്ധമായ ഖുർആനെയും നിഷേധിക്കാൻ നിങ്ങൾക്ക് എന്താണ് താല്പര്യമെന്ന് അവർ യഥാർത്ഥ സുന്നികളോട് ചോദിക്കാറുണ്ട്. നമുക്ക് അവരോട് പറയാനുള്ളത്, എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ചില പ്രവർത്തനങ്ങളെ നിങ്ങളുടെ ഇമാമിങ്ങൾ തന്നെ എതിർത്തത് എന്ന ഒരൊറ്റ ചോദ്യം കൊണ്ട് ഇത്തരത്തിലുള്ള ബിദ്അകളെ നമുക്ക് അവിടെ നിർത്താൻ തന്നെ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇത്തരം ചോദ്യങ്ങൾ നമ്മുടെ ഹൃദയത്തിലേക്ക് വരുന്നതിനെ തൊട്ടും നമുക്ക് പണ്ഡിതന്മാർ നിർവചിച്ചിട്ടുള്ള ഇത്തരം വിഷയങ്ങളെ കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് ഈ പരിശുദ്ധമായ ഷഹ്ർ റജബ് മാസത്തെ അതിൻ്റെതായ രൂപത്തിൽ പുണ്യപ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും എല്ലാം കാണിച്ചു തന്ന ആ ഒരു മാർഗത്തിൽ ജീവിക്കുകയും പ്രത്യേകമായ ഇബാദത്തുകളും ഇത്തരത്തിലുള്ള ബിദ്അത്തുകളിൽ നിന്നുമൊക്കെ അതിനെ മാറ്റി നിർത്തിക്കൊണ്ട് നമുക്കതിനെ പുനരുജ്ജീവിപ്പിക്കണമെന്ന് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുന്ന അമാലുകൾ ചെയ്യുവാനും അവന്റെ പ്രത്യേകമായ മുത്തഖീങ്ങളായ അടിയാറുകളിൽ നമ്മളെ ഉൾപ്പെടുത്തുമാറാൻ റബ്ബ് സുബ്ഹാനഹു വ തആലയോട് തേടുകയാണ്. റബ്ബ് നമ്മെ നമ്മുടെ സർവ്വ അമാലുകളും സ്വീകരിക്കുകയും സ്വർഗത്തിലേക്കുള്ള പാത നമുക്ക് എളുപ്പമാക്കി തരികയും ചെയ്യുമാറാകട്ടെ എന്നോർമ്മിപ്പിക്കുന്നു. അതുപോലെ തന്നെ ഈ ലോകത്ത് വിവിധങ്ങളായ സ്ഥലങ്ങളിൽ നമ്മുടെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ വേദനകൾ അനുഭവിക്കുന്നുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല അവരുടെ വേദനകളെല്ലാം മാറ്റിക്കൊടുക്കുമാറാകട്ടെ. നമ്മുടെ രോഗങ്ങൾക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല ശിഫ നൽകുമാറാകട്ടെ. അതുപോലെ തന്നെ റബ്ബ് സുബ്ഹാനഹു വ തആലയിലേക്ക് അടുക്കുന്ന മരണമെന്ന യാഥാർത്ഥ്യത്തിലേക്ക് അതിനെ ഓർത്തുകൊണ്ട് ജീവിക്കുവാനും അതിനുവേണ്ടി ഒരുങ്ങുവാനും റബ്ബ് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അഖീമു